ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ BJP ഒരു പ്രധാനപ്പെട്ട പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്നൊന്നും പറഞ്ഞിട്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? ഇപ്പോൾ മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങളടക്കം നിൽക്കുമ്പോൾ PC ജോർജ് എന്നുള്ളത് കൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? അഭിലാഷ് പിണറായി വിജയൻ്റെ ADC ആകണ്ട, പിണറായി വിജയൻ്റെ വക്കാലത്ത് ഏക്കണ്ട. അയാളെപ്പോഴും വൃത്തികെട്ടോ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നോ? അതിന് ചരിത്രം എന്നാന്ന് പറയുക. ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്, ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ്. പാമ്പ്ലാനി പിതാവാണ് പറഞ്ഞത് വംശഹത്യയാണ് നടന്നതെന്ന്. പാവങ്ങൾ അവർക്ക് പാമ്പ്ലാനി പിതാവിനോട് സംസാരിച്ചിട്ട് ഞാൻ BJP ചേരാൻ ഇവിടെ വന്നത്, അറിയാമോ? ശരി, അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കാം. ഞാൻ ഇപ്പം നമ്മുടെ ബിഷപ്പന്മാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിനന്ദ പിതാക്കന്മാരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രബല ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയിൽ റോമൻ കാത്തലിക്. ഞാൻ റോമൻ കാത്തലിക്കാണ്, മനസ്സിലായോ? ഞാൻ പാലാ പിതാവിനോട് പോലും അനുവാദം ചോദിച്ചു. അല്ല ചുമ്മാ അല്ലേ ഇങ്ങോട്ട് വന്നത്. എല്ലാവരും പിതാക്കന്മാർ ഇന്നിപ്പോൾ ബാംഗ്ലൂർ സിനഡ് നടക്കുക. ബന്ധപ്പെട്ടതിന് ശേഷിയാണ് വന്നേ. ഇവിടെ പിണറായി വിജയൻ ഒറ്റ നോട്ടീസാണ്, എല്ലാം കൂടെ ചാടി ഇറങ്ങി. ഏത് മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഒലത്തിന്ന്. എന്നാ അഭിലാഷ കേട്ടോ, കേക്ക് അഭിലാഷ, കേക്ക്. അല്ല ഇതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അഭിലാഷ്, മണിപ്പൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചർച്ചയിലിട്ട് പോകാം. നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപമല്ലേ അത്? മോദിജിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രധാനമന്ത്രി മോദി ആയിപ്പോയതുകൊണ്ട് കുഴപ്പമായിപ്പോയോ? പിണറായി വിജയന് വട്ടളകുന്നുണ്ട്. അതായത് അവിടെ മെയ്തേയി വിഭാഗവും കുക്കി വിഭാഗവും പട്ടണത്തിൽ താമസിക്കുന്നവരാണ്. അതൊക്കെ BJPയുടെ നറേറ്റീവാണ്. താങ്കൾ ഇപ്പോൾ BJP ആണ്. എനിക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ബിഷപ്പുമാരുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ്, കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് PC ജോർജ് BJP ചേർന്നിരിക്കുന്നത്, അല്ലേ? ഞാനൊരു കാര്യം പറയട്ടോ അഭിലാഷ്, PC ജോർജിനെ ചോദിക്കാൻ അറിയാമല്ലോ. ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാം അനിയനോട്, ഇതിന് വേണ്ടാത്ത ചോദ്യം എന്നോട് ചോദിക്കണ്ട. അത് കാണേണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ എൻ്റെ ദൗര്യം പോലെ ചെയ്തതല്ല. എന്നാൽ ഇച്ചോടെ കടത്തി കേട്ടോ. NSSൻ്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നേരെ അറിയുമോ? മണിച്ചേട്ടനെ മധുരമ അറിഞ്ഞിരിക്കണം കേട്ടോ. മണിച്ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസിൽ പോയി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം മേടിച്ചോണ്ടാണ് വന്നത്. ഞാൻ അറിയാമോ? NSS ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്നെ തല കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത്, മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും അല്ല ഞാൻ കാണിച്ചു തരാൻ പണി. ഞാൻ നന്നായി കാണിച്ചു തരാം. നീ അല്ല അപ്പോൾ PC സഭയുടെ, ക്രൈസ്തവ സഭയുടെ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് PC BJP ചേർന്നിരിക്കുന്നതെന്നാണോ? ഞാൻ അഭിലാഷിനെ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ല മുന്നണിയെ ബിഷപ്പന്മാർ പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കേൾക്കട്ടെ, ഒരെണ്ണം പറ. ഉണ്ടോ? പിന്നെ ഊളച്ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ച് അവർ ഒരു കാരണവശാലും ഞങ്ങളുടെ പിതാക്കന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയല. പക്ഷേ അവരനുഗ്രഹിക്കും, മനസ്സിലായില്ലേ? അവർ ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്കറിയാം, അവരത് ചെയ്യും. അല്ല, അനുഗ്രഹം ഇപ്പോൾ ആര് പോയാലും ഇപ്പോൾ ഒരു ബിഷപ്പ് ഹൗസിലൊക്കെ പോയാൽ ആർക്കും കൊടുക്കില്ലേ? അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയും. നോക്കൂ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് PC കേരള കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ കക്ഷിയുണ്ട്. പരമ്പരാഗതമായി ക്രൈസ്തവ സമൂഹം അതല്ലെങ്കിൽ ഈ പറഞ്ഞ അരമനകളൊക്കെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ് അവിടെ നിൽക്കുമ്പോൾ PC ജോർജ് BJPയിലേക്ക് പോയതുകൊണ്ട് എന്തോ വലിയ മാറ്റം വരാൻ പോവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ BJPക്കാർ ആയി മാറാൻ പോവാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്നൊക്കെ വിചാരിക്കുന്നത് കടന്നകയായി പോവും. എൻ്റെ പിന്നെ അഭിലാഷ പിന്നെയും പറയാം കേരള കോൺഗ്രസ് ഒക്കെ തീർന്നു പോയി. കേരള കോൺഗ്രസ് എവിടെ ഇരിക്കുന്നു? അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കേരള കോൺഗ്രസ് സാധനം ഈ രാജ്യത്ത് കാണുകയില്ല. പിന്നെ എന്തിനാണ് അഭിലാഷ് കിടന്ന് വിഷമിക്കുന്നത്? നന്നാക്കുകയില്ല. സ്വന്തം അപ്പനാ KM മാണി സാറ് ആ അപ്പനെ പീഡിപ്പിച്ചവരാ ആ പാർട്ടി കൊണ്ട് നടക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാവും? അതുകൊണ്ട് മാണി സാറിന് അനുഗ്രഹമില്ലാത്ത പാർട്ടിയാണ് അത്. നിൽക്കുകയില്ല, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ അഭിലാഷ് അറിഞ്ഞിരിക്കുക, NSS നിസാരമാണ്. NS ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആരാ? ഒരുത്തരുടെയും സ്വാധീനത്തിൽ വഴങ്ങുന്നവനല്ല, ആരെയും മൈൻഡ് ചെയ്യാത്തവന്. ആ മനുഷ്യൻ്റെ അടുത്ത് പോയി അനുവാദം ചോദിച്ച് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചാണ് പറഞ്ഞു വിട്ടത്, അറിയാം. അത് കഴിഞ്ഞ് ഞാൻ ചർച്ച തുടങ്ങി. അതുകൊണ്ട് ചോദിക്കേണ്ടവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിതാക്കന്മാരുടെ കാണേണ്ടവരുണ്ട്. ഇവിടുത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് പെന്റിക്കോസ്റ്റ്. ഭയങ്കര വിശ്വാസികളായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്നവരവർ.
വളരെ വിശദമായിട്ട് അവരുടെ മാതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ CSA കമ്മ്യൂണിറ്റി പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ജാക്കോബ് സമുദായത്തിൻ്റെ പിതാവ് ഞാനും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ് അനുവാദം തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ആരോടൊക്കെ അനുവാദം മേടിക്കണോ അവരോടൊക്കെ അനുവാദം മേടിച്ചു തന്നെയാണ് ശരി, PC ജോർജ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഞാൻ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ, ഇതൊരു 5 കൊല്ലം മുമ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ദൈവമേ. എനിക്ക് കേരളം എവിടെ ചെന്ന് രക്ഷപ്പെട്ടേനെ. ശരി, ഓക്കെ, കേരളം രക്ഷപ്പെട്ടേനെ, മനസ്സിലായില്ലേ? ശരി, അതായത് മടിച്ചില്ലേ കേരളം? ക്രൈസ്തവ പിന്തുണ PC ജോർജിന് ഉറപ്പാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉണ്ട്, അത് ഉറപ്പാണ് അല്ലേ? എന്താ സംശയം? എത്ര അതല്ലേ പിന്നെ പറയുന്നത്, എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കാതെ. 5 സീറ്റ് മിനിമം ജയിക്കുമെന്ന് പറഞ്ഞ പിന്നെ അവരുടെ കൃത്യമായിട്ട് പിന്തുണയില്ല കിട്ടുമോ? മുഴുവൻ കിട്ടും, ഞാൻ കാണിച്ചു തരാം. അല്ല പിന്നെ ഞാൻ ചുമ്മാ നടക്കുക. ക്രൈസ്തവ സമൂഹത്തിന് എത്ര നേതാക്കളുണ്ട്? ഇപ്പൊ ടോം വടക്കൻ വന്നു, അനിൽ ആന്റണി. ടോം വടക്കൻ അല്ല, ഈ അഭിലാഷ് ഒരു അർത്ഥം പറഞ്ഞോ. PCR ആരാന്ന് മനസ്സിലാക്കി PCR സംസാരിച്ചോണം. ടോം വടക്കനും PCR തുല്യമാണ്. ടോം വടക്കനാണ് ഇതിനു മുമ്പ് ടോം വടക്കനാണെന്ന് എനിക്കറിയത്തില്ല. ടോം വടക്കൻ കോൺഗ്രസ് BJPയിലേക്ക് വന്നു. അനിൽ ആന്റണി AK ആന്റണിയുടെ മകനാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ഒരു പാവം പയ്യൻ, നല്ല ചെറുപ്പക്കാരൻ. അവന് ഞാനും എങ്ങനെ തുല്യമാകുന്നു? 7 പ്രാവശ്യം ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഞാനും അനിൽ ആന്റണിയും തുല്യമാണ്. അങ്ങനെയൊന്നും വർത്തമാനം വഴക്കുണ്ടാക്കണ്ട, അങ്ങനെയൊന്നും വർത്തമാനം പറയരുത്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി, അഭിലാഷിന് അറിയാമല്ലോ ഞാൻ ആരാന്ന്, അത് മനസ്സിലാക്കി എന്നോട് വർത്തമാനം പറയുക. ഓക്കെ, എന്തായാലും PCക്ക് പോകാനുള്ള സമയമായല്ലോ. എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ? ലയന സമ്മേളനം അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ പതുക്കെ ഞാൻ ഒറ്റയടിക്ക് ഓടിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. മുഴുവൻ എണ്ണത്തിനും കൂട്ടിക്കൊണ്ട് എൻ്റെ ഇവിടെ നിന്ന് ഒരാളെ പോലും പുറത്ത് ഞാൻ കൊടുക്കില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ് റബ്ബർ ഇഷ്യൂ. ആരുണ്ട് സഹായിക്കാൻ? മോദി സഹായിച്ചിട്ട് പിന്നെ ആര് സഹായിക്കും? തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഷോൺ ജോർജ് അതിനൊരു ചർച്ചയ്ക്ക് പോയിരിക്കുക, 2 മന്ത്രിമാർ കൊടുത്ത്. മനസ്സിലായോ? ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോഴും അതിന് ചർച്ചയ്ക്ക് പോയിരിക്കുക. എൻ്റെ പൊന്നു, പക്ഷേ ഇത്ര മാന്യന്മാരായ നേതാക്കന്മാർ BJPയിൽ ഉണ്ടല്ലോ. ഞാൻ പറയാൻ ദുഃഖം. ഒരു 5 കൊല്ലം മുമ്പ് BJPയോടൊപ്പം ചേരണ്ടായിരുന്നു, അവരോടൊന്ന് സഹകരിക്കാൻ തയ്യാറാകായിരുന്നു. തെറ്റായിപ്പോയി. ഒരു മലയാളിയുടെ കേരളത്തിന്റെ സംരക്ഷണത്തിന് അത് ആവശ്യമായിരുന്നു. ശരി, ഓക്കെ, വളരെ നന്ദി PC ജോർജ്. എന്തായാലും താങ്കൾ പുതിയ ഒരു ഇന്നിങ്സ് തുടങ്ങുകയാണല്ലോ.